കനത്ത ചൂടിൽ കോഴിക്കോട് ജില്ലയിൽ പനിയടക്കമുള്ള രോഗങ്ങൾ വ്യാപിക്കുന്നു. ചിക്കൻ ബോക്സ്, മഞ്ഞപ്പിത്തം എന്നിവ ബാധിച്ച് ദിവസവും നിരവധി പേരാണ് ചികിത്സ തേടിയെത്തുന്നത്. കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തം ബാധിച്ച് യുവാവ് മരിച്ചിരുന്നു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കോഴിക്കോട് വലിയ രീതിയിലുള്ള ഈ വേനൽക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. ഈ കോഴിക്കോട് വേനൽക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ മാർച്ച് 1 മുതൽ ഇന്ന് 10 ആ ദിവസത്തിനുള്ളിൽ തന്നെ ജില്ലയിൽ 29 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടക്കം ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ മാസം 164 പേർക്കാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. അതിൽ പലരും ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. മഞ്ഞപ്പിത്തം ഒരു ഭീതി തന്നെ ഈ ജില്ലയിൽ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ദിവസേന ഓരോരുത്തർക്കും ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു യുവാവ് മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഈ മഞ്ഞപ്പിത്തം മാത്രമല്ല, ചിക്കൻ ബോക്സ് അടക്കമുള്ള മറ്റ് രോഗങ്ങളും ജില്ലയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കൃത്യമായി തന്നെ ഈ പ്രദേശത്ത് ഈ വൃത്തിയാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, മരുന്നടിക്കുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ഫണ്ടിന്റെ അഭാവം അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ഈ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. സർക്കാരിൽ നിന്ന് കൃത്യമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ഫണ്ട് ലഭിക്കുന്നതിനുള്ള ഒരു കാലതാമസം ഉണ്ട്. അത് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. മാത്രമല്ല, ഈ മഞ്ഞപ്പിത്തം ഈ രീതിയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അതിന്റെ ഒരു സോഴ്സ് കണ്ടെത്താനോ ഉള്ള ഒരു നീക്കം ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ട്. പക്ഷെ അത് കാര്യക്ഷമമായി നടക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നതാണ്. മാത്രമല്ല, ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് ആളുകളൊക്കെ തന്നെ വലിയ രീതിയിൽ എത്തുന്ന സ്ഥലമാണ് കോഴിക്കോട് ബീച്ച്. ഈ ബീച്ചിൽ ഇപ്പോഴും ഇത്തരത്തിൽ ഉപ്പിലിട്ടതും മറ്റുമൊക്കെ ഈ കോർപ്പറേഷന്റെ കീഴിൽ വിൽപ്പന നടത്തുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ ഈ വഴിയോരത്തൊക്കെ തന്നെ കൃത്യമായി ശുചിത്വം പാലിക്കാതെ ഇത്തരത്തിൽ കച്ചവടം നടത്തുന്ന നിരവധി ആളുകളുണ്ട്. എവിടെ നിന്നാണ് ഇത്തരത്തിൽ വെള്ളം കൊണ്ടുവരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. അങ്ങനെ കൃത്യമായി അതുകൊണ്ട് തന്നെയാണ് ഈ ജില്ലയിൽ ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കോഴിക്കോട് ബീച്ച് പരിസരത്തടക്കം ആരോഗ്യ വകുപ്പിന്റെ കൃത്യമായ ഒരു പരിശോധന ഉണ്ടാകണമെന്നാണ് പറയുന്നത്. മാത്രമല്ല, കൃത്യമായൊരു പരിശോധന നടന്നില്ലെങ്കിൽ ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ജില്ലയിലുണ്ട്. എന്തായാലും ജില്ലയിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട്. വേനൽക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യവും കോഴിക്കോട് ജില്ലയിലുണ്ട്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.